ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ഈ മാസം മുതൽ ICC നമ്മുടെ ക്രിക്കറ്റിന്റെ പ്ലേയിങ് കണ്ടീഷൻസിൽ ചില സുപ്രധാനമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ടെസ്റ്റ് മാച്ചസിൽ ജൂൺ മുതലും അതുപോലെ തന്നെ വൺ ഡേ ഇന്റർനാഷണൽസിൽ ജൂലൈ മുതലുമാണ് ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരിക. അതിന് ആദ്യം നമുക്ക് ഏകദിനത്തിലെ റൂളിലേക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏകദിന മത്സരങ്ങളിൽ ഓരോ എൻഡിൽ നിന്നും ഓരോ ന്യൂ ബോളുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ടീം ബോളിങ്ങിന് വരുമ്പോൾ ഒന്നാമത്തെ ഓവർ ഒരു ന്യൂ ബോൾ വെച്ചെറിയും, രണ്ടാമത്തെ ഓവർ അടുത്ത ന്യൂ ബോൾ വെച്ചെറിയും. അങ്ങനെ ഓരോരോ ഓവറുകൾ തീരുമ്പോൾ ബോൾ മാറ്റി മാറ്റിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് ബാറ്റേഴ്സിന് ഒരുപാട് ഗുണകരമാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ റിവേഴ്സ് സ്വിംഗ് ഒക്കെ ലഭിക്കണമെങ്കിൽ ബോൾ പഴകണം. ബോൾ പഴകി കഴിഞ്ഞാൽ മാത്രമേ ഇന്നിങ്സിന്റെ ആ എൻഡിൽ വരുമ്പോഴേക്കും ബോളേഴ്സിന് ആ ഒരു ബോളിന്റെ പഴക്കം ഉപയോഗിച്ചിട്ട് റിവേഴ്സ് സ്വിംഗ് ഒക്കെ ചെയ്യിക്കാനാവും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്നിങ്സിൽ എൻഡ് ആകുമ്പോഴേക്കും റിവേഴ്സ് സ്വിങ്ങിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ബോൾ പഴകാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ICC ആ ഒരു റൂളിൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയ റൂൾ അനുസരിച്ച് ജൂലൈ മുതൽ തുടങ്ങുന്ന മത്സരങ്ങളിൽ 2 ന്യൂ ബോളുകൾ ഉണ്ടാവും. എന്നാൽ 34ാം ഓവറിന് ശേഷം ഇതിൽ ഒരു പന്ത് മാത്രമായിരിക്കും ബാക്കിയുള്ള 16 ഓവറുകൾക്കും യൂസ് ചെയ്യുക. അതായത് ഓരോ ബോളുകളും 17 ഓവർ വീതം യൂസ് ചെയ്തിട്ട് ഒരു പന്തങ്ങ് മാറ്റും, എന്നിട്ട് ഒരു പന്ത് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള 16 ഓവറും പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ബോൾ കൂടുതൽ അവസാന 5-6 ഓവറുകളൊക്കെ ആകുമ്പോഴേക്കും ബോളിന് കുറച്ച് കൂടുതൽ പഴക്കം ലഭിക്കുകയും ബോളേഴ്സിന് അത് മുതലെടുത്തിട്ട് റിവേഴ്സിംഗ് ഒക്കെ വരുത്താൻ അത് സഹായകമാവുകയും ചെയ്യും. 34ാം ഓവർ കഴിയുമ്പോൾ മാറ്റുന്ന ആ ഒരു പന്തെന്ന് പറയുന്നത് അത് ആ ഒരു അഡീഷണൽ ആ ഒരു റീപ്ലേസ്മെന്റ് ബോൾസിന്റെ കൂട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്യും. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബോൾ റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ ആ ബോളിന് സംഭവിച്ച വിയർ ആൻഡ് ടിയറിന് തുല്യമായിട്ടുള്ളൊരു പന്തായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു ബാറ്റും ബോളും തമ്മിലൊരു ഈക്വൽ കോൺടെസ്റ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ICC ഏകദിനത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിന് മുതിരുന്നത്. പിന്നെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ആ 2 പന്തുകളിൽ ഏത് പന്താണ് ബാക്കിയുള്ള 16 ഓവറുകൾക്ക് വേണ്ടി ചൂസ് ചെയ്യേണ്ടതെന്ന് ബോളിംഗ് ടീമിന് തീരുമാനിക്കാം. അപ്പോൾ അതാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചേഞ്ച് വരുന്നത് ആ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചില മത്സരങ്ങളിലൊക്കെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല. ഈ അടുത്ത് ഇന്ത്യയുടെ ഒരു മത്സരത്തിലും അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ബോളർ പോയി കഴിഞ്ഞാൽ ആ ഒരു ബോളറിനെ തന്നെ, ഓൾറൗണ്ടർ പോയി കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടറിനെ തന്നെ, ബാറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ബാറ്ററിനെ തന്നെ, അങ്ങനെ ലൈക്ക് റീപ്ലേസ്മെന്റ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിയമമെങ്കിലും അതിലുള്ള ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് ചില ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. എന്നാൽ ഇനി മുതൽ ടെസ്റ്റ് മത്സരങ്ങളിൽ അത് പറ്റില്ല. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിന് മുമ്പ് മാച്ച് റഫറിക്ക് ഓരോ ടീമും ഒരു 5 സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ പേര് നൽകണം. അതിനകത്ത് ഒരു വിക്കറ്റ് കീപ്പർ, ഒരു ബാറ്റർ, ഒരു സീം ബൗളർ, ഒരു സ്പിന്നർ, ഒരു ഓൾറൗണ്ടർ. അപ്പോൾ എല്ലാ ഇതിൽ നിന്നും ഓരോരുത്തരെ വെച്ച് ഒരു 5 പേരുടെ ലിസ്റ്റാണ് വരേണ്ടത്. അപ്പോൾ ഇനി ഒരാൾക്ക് തലയ്ക്ക് ഹെൽമെറ്റ് എയർ കൊണ്ടിട്ട് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ റഫറി ആയിരിക്കും ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുക. അതായത് പുറത്തു പോകുന്ന പ്ലെയർ, ഇനിയിപ്പോൾ ഒരു ബാറ്റർ ആണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നുള്ള ബാറ്റർ, ഇനി ഒരു ഫാസ്റ്റ് ബൗളർ ആണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നുള്ള ഫാസ്റ്റ് ബൗളർ, സ്പിന്നർ ആണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നുള്ള സ്പിന്നർ, അങ്ങനെ ആരാണോ പുറത്തു പോകുന്നത് അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ, അതായത് ആ ലൈക്ക് എന്ന ആ ഒരു റൂള് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിൽ ചില ടീമുകൾ അത് മുതലെടുക്കുന്നു എന്നുള്ള പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് ICC കരുതുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നിയമം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഈ നിയമം ബാധകമല്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ റൂൾ എൻഫോഴ്സ് ചെയ്യപ്പെടുക നെക്സ്റ്റ് WTC സൈക്കിൾ തൊട്ടാണ്. ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സൈക്കിളിന്റെ ഫൈനലല്ലേ, അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ അത് ആപ്ലിക്കബിൾ ആവാത്തത്. അടുത്തൊരു വീഡിയോയുമേ ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.